എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു വമ്പൻ അട്ടിമറി തന്നെയായിരുന്നു ഇന്ന് രാവിലെ നമ്മൾ സൂപ്പർ 8-ൽ കണ്ടത്. അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയെ തകർത്തു വിട്ടത്. ഒറ്റനോട്ടത്തിൽ ഒരു അട്ടിമറി എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത പോരാട്ടം. കാരണം സമീപകാലത്തെ അഫ്ഗാൻ ക്രിക്കറ്റിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നേരിട്ട് കണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയ തകർത്തത് ഒരിക്കലും ഒരു അട്ടിമറിയാണെന്ന് തോന്നത്തില്ല. കാരണം അത്രത്തോളം വളർന്നു വരുന്ന ഒരു വമ്പൻ ക്രിക്കറ്റ് ബോർഡ് തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ്റേത്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിലും വമ്പൻ പടകളെ വീഴ്ത്തിയ കെൽപ്പുണ്ട് റാഷിദ് ഖാൻ്റെ സംഘത്തിന്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമുക്കറിയാം ഇംഗ്ലണ്ടിനെ, ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ലീഗ് സ്റ്റേജ് പോരാട്ടത്തിൽ അഫ്ഗാനിസ്ഥാൻ തകർത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം പാകിസ്ഥാനെ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ T20 വേൾഡ് കപ്പിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം ന്യൂസിലാൻഡും ശ്രീലങ്കയും അടങ്ങുന്ന ഒരു വമ്പൻ ഗ്രൂപ്പിൽ നിന്നാണ് അഫ്ഗാനിസ്ഥാൻ ഇത്തവണ സൂപ്പർ 8 ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കി വന്നിട്ടുള്ളത്. ന്യൂസിലാൻഡിനെയും ഇത്തവണ T20 വേൾഡ് കപ്പിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അഫ്ഗാനിസ്ഥാൻ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു കൂട്ടത്തിലേക്കാണ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടവും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നവംബറിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന ഏകദിന വേൾഡ് കപ്പൊക്കെ നേടിയ കരുത്തരായ കങ്കാരു പട കൂടി എത്തിയിട്ടുള്ളത്. സോ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇനി തൊടാനായിട്ട് അവർക്ക് ഒന്നുമില്ല. കാരണം ഒരു വമ്പൻ നാഴികയിൽ തന്നെയാണ്, ലോക ചാമ്പ്യന്മാരെയാണ് ഇത്തവണ ഇന്ന് പുലർച്ചെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം ചരിത്രത്തിൽ ആദ്യമായി T20 വേൾഡ് കപ്പിൻ്റെ സെമി പ്രതീക്ഷകൾക്ക് കുറച്ചുകൂടി ആക്കം കൂട്ടാനും റാഷിദ് ഖാൻ്റെ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഇന്ന് രാവിലെ നടന്ന പോരാട്ടത്തിൽ 20 ഓവറിൽ 148 റൺസ് എടുത്ത അഫ്ഗാൻ മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയയെ 127 പുറത്താക്കുകയും 21 റൺസിൻ്റെ തകർപ്പൻ വിജയമായിരുന്നു ഓസ്ട്രേലിയക്കെതിരെ നേടിയത്. അതോടൊപ്പം തന്നെ ആ ഒരു വിജയത്തോടുകൂടി ഗ്രൂപ്പ് 1-ൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പ് 1-ലെ സെമി സാധ്യതകൾ കാത്തുസൂക്ഷിക്കാനും അഫ്ഗാനിസ്ഥാന് സാധിച്ചിട്ടുണ്ട്. ഇനി നാളത്തെ മത്സരമാണ് ഡു ഓർ ഡേ പോരാട്ടം. ഓസ്ട്രേലിയ വേഴ്സസ് ഇന്ത്യ മത്സരം നടക്കാൻ പോവുകയാണ്. സോ ആ ഒരു മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തുകയും അടുത്ത മത്സരത്തിൽ, അതായത് അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ ലീഗിലെ സൂപ്പർ 8-ലെ അവസാന പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ കൂടി പരാജയപ്പെടുത്തുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യയോടൊപ്പം ഇത്തവണ സൂപ്പർ 4-ലേക്ക് കടന്നു കയറാം. സോ അങ്ങനെ ചരിത്ര നിമിഷം പിറക്കാൻ കാത്തിരിക്കുകയാണ് അഫ്ഗാൻ പട. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.